അതുപോലെ കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു പരിപാടിയാണ് ഈ വയലും വീടും, അല്ലെങ്കിൽ കാർഷിക പരിപാടി, അല്ലെങ്കിൽ ഗ്രാമക്ഷേമ പരിപാടി എന്ന് പറയുന്നത്. എങ്ങനെ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ ഏത് തരം വിത്ത് തിരഞ്ഞെടുക്കണം, ഏത് സമയത്ത് ഏത് തരത്തിലുള്ള വളപ്രയോഗം നടത്തണം എന്നുള്ളതിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയത് ആകാശവാണിയാണ്. അതുകൊണ്ടാണ് തിരുനെൽവേലിയിൽ, തമിഴ്നാട്ടിലെ തിരുനെൽവേലി എന്ന സ്ഥലത്ത് റേഡിയോ നെല്ല് എന്ന് പറയുന്ന ഒരു നെല്ലിനം തന്നെയുണ്ട്. ഒരു നെല്ലിൽ വിത്തിൻ്റെ പേര് റേഡിയോ നെല്ലെന്നാണ്. അത്രമാത്രം ജനപ്രിയമായിരുന്നു ഈ കാർഷിക പരിപാടി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ 1950കളിൽ ഈ റേഡിയോ അതിൻ്റെ വലിയ മാറ്റത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അന്ന് രാജ്യം നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷ്യക്ഷാമമായിരുന്നു. അപ്പോൾ ഭക്ഷ്യക്ഷാമം മറികടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പഞ്ചവത്സര പദ്ധതികളിൽ വലിയ ഊന്നൽ നൽകുകയും നിലവിലുള്ള കാർഷിക പ്രദേശങ്ങളിൽ കൂടുതൽ ഫലവത്തായി വിത്തിറക്കി വളപ്രയോഗം നടത്തി കീടനാശിനികൾ പ്രയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമായ ആധുനികമായ കാർഷിക പ്രക്രിയയിലൂടെ കൂടുതൽ കാര്യക്ഷമമായ ഉൽപ്പാദനം നടത്തി ഭക്ഷ്യക്ഷാമത്തെ അതിജീവിക്കുക എന്നുള്ളതായിരുന്നു. അത് ഒരു വലിയ അളവ് വരെ വിജയിക്കുകയും ഇന്നിപ്പോൾ നമ്മുടെ രാജ്യം ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ അധിക രാജ്യമായി നമ്മൾ ഭക്ഷ്യധാന്യം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്തി. ഈ കാർഷിക രംഗത്തുണ്ടായ ഈ മാറ്റത്തിന് ഗതിവേഗം നൽകിയത് ആകാശവാണിയാണ്. മറ്റ് റേഡിയോ സ്റ്റേഷനുകളൊക്കെ പിന്നീടാണ് വരുന്നത്. മറ്റ് മാധ്യമങ്ങളും ഇതിനകത്ത് മുൻകൈ എടുക്കുന്നത് പിന്നീടാണ്. എഴുതുവാനും വായിക്കുവാനും അറിയാതിരുന്ന നിരക്ഷരരായ ഗ്രാമീണരുടെ ഇടയിലേക്ക് കാർഷിക വിവരവും വിജ്ഞാനവും എത്തിക്കുവാൻ റേഡിയോ വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്. 1966 തൃശ്ശൂർ നിലയത്തിൽ വയലും വീടും പരിപാടിക്കായി ഒരു പ്രത്യേക വിങ് രൂപീകരിക്കുന്നത്. അത് ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ അത് രൂപീകരിക്കുകയും കർഷകർക്ക് വേണ്ടി മാത്രമുള്ള പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുകയും കൃഷിസ്ഥലത്തേക്ക് പോകുന്ന കർഷകർക്ക് കാർഷിക വൃത്തി കഴിഞ്ഞ് മടങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞ് ഇത് കേൾക്കുന്നതിനും ഇത് കേട്ടിട്ട് ഇതിലൂടെ പുതിയ അറിവ് ആർജിക്കുന്നതിനും ഉള്ള അവസരമൊരുക്കുകയായിരുന്നു ആ പരിപാടിയുടെ ലക്ഷ്യം. കേരളത്തിലെ കർഷകരുടെ പ്രവൃത്തിയിൽ, കാർഷിക വൃത്തിയിൽ സമൂലമായ മാറ്റം വരുത്തുന്നതിന് ഈ കാർഷിക രംഗത്തെ പരിപാടി സഹായിച്ചു. വലിയ കൃഷി വിദഗ്ധർ, അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട വലിയ പണ്ഡിതർ, അവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും കർഷകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ കർക്കിടക മാസത്തിൽ എന്ത് കൃഷിയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൃഷിയിൽ മൊഞ്ഞ ബാധിക്കുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കാർഷിക രംഗത്ത് മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടനാട്ടിൽ ഇന്ന പ്രദേശത്ത് ഇന്ന കീടങ്ങളുടെ ശല്യം കാണുന്നുണ്ട്, അതിന് ഇന്ന മരുന്ന് ഇന്ന തോതിൽ തളിക്കണം. ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ നിർദ്ദേശങ്ങൾ മുതൽ ഇതിൻ്റെ വാണിജ്യ സാധ്യതകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ വിപണന സാധ്യതകൾ വരെ വിശദീകരിക്കുന്ന പരിപാടിയായിരുന്നു ഈ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന പരിപാടി. കാർഷിക മേഖലയിൽ വിദഗ്ധർ മാത്രമായിരുന്നില്ല ഈ പരിപാടിയിൽ പങ്കെടുത്ത, സാധാരണ കർഷകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമായിരുന്നു. കർഷകരുടെ പ്രധാനപ്പെട്ട പങ്കാളിത്തം എന്ന് പറയുന്നത് ഓരോ കർഷകരും അവരനുവർത്തിക്കുന്ന ചില നാട്ടറിവുകൾ, ചില കൃഷിരീതികളുണ്ട്. ഈ കൃഷിരീതികൾ എങ്ങനെ ഫലപ്രദമായി പ്രാവർത്തികമാക്കാമെന്ന് കർഷകർ അവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നതിലൂടെ മറ്റുള്ള കർഷകർക്ക് ഈ അനുഭവം പകർന്നു നൽകാനും റേഡിയോ ഒരു മുൻകൈ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൃഷി പാഠപരമ്പരകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നെല്ലിനെക്കുറിച്ച്, അല്ലെങ്കിൽ കൊക്കോയെക്കുറിച്ച്, അതല്ലെങ്കിൽ റബ്ബറിനെക്കുറിച്ച്, അതല്ലെങ്കിൽ മറ്റ് വിളകളെക്കുറിച്ച് മാത്രമായി ഒരു പ്രത്യേക പാഠപരമ്പര, ഒരു 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന കൃഷിപാഠ പരമ്പര നടത്തുമായിരുന്നു. അതിനകത്ത് വിത്ത് തിരഞ്ഞെടുക്കുന്നത് മുതൽ നിലമൊരുക്കുന്നത് മുതൽ നടുന്ന രീതി, അതിൻ്റെ പരിചരണം, അതിൻ്റെ വിളവെടുപ്പ്, അതിൻ്റെ വിള സംസ്കരണം, അതിൻ്റെ വിപണനം, അതിൻ്റെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കൃഷിപാഠങ്ങളായിരുന്നു. ഈ കൃഷിപാഠത്തിൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദഗ്ധർ വന്ന് ക്ലാസ് എടുക്കും, കർഷകർ വന്ന് അനുഭവങ്ങൾ പങ്കിടും. ഈ ക്ലാസ് എടുക്കുന്നൊരു സിലബസൊക്കെ ഉണ്ട്. ഈ സിലബസ് അനുസരിച്ചാണ് ഈ ക്ലാസ് എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുട്ടികളെ നമ്മൾ സ്കൂളിൽ ചേർക്കുന്ന പോലെ കർഷകരെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകരെ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് രജിസ്ട്രേഷൻ നമ്പരൊക്കെ കൊടുത്തിട്ട് ഈ കർഷകർ ഈ കൃഷിപാഠത്തിൻ്റെ പരമ്പര കേട്ടിട്ട് ഇതിലെ അഭിപ്രായങ്ങൾ, ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി അയക്കണം. ഈ ഉത്തരങ്ങൾ വളരെ വിദഗ്ധരായ ആളുകൾ ഇരുന്നിട്ട് പതിവായി മൂല്യനിർണ്ണയം നടത്തി ഇവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഒരിക്കൽ ഒരു കൃഷിപാഠ പരമ്പരയിൽ വിജയിച്ച കർഷകരെയും കൊണ്ട് ഇന്ത്യ മുഴുവൻ ടൂർ പോയ ഒരു സംഭവം, കർഷകരെ കൊണ്ടുപോയി പ്രധാനപ്പെട്ട കാർഷിക രംഗങ്ങൾ, കാർഷിക മേഖലയൊക്കെ കാണിച്ചൊരു സംഭവം തൃശ്ശൂർ നിലയത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർഷിക പാഠപരമ്പര
സമാപിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഈ അതിൽ പ്രതിപാദിച്ച വിഷയങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ആ പുസ്തകത്തിന് കർഷകരുടെ ഇടയിലും കാർഷിക വിദ്യാർത്ഥികളുടെ ഇടയിലും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ കാർഷിക രംഗത്തെ പുരോഗതിയിൽ പണ്ടത്തെ പോലെ ഇന്നും കർഷകർ വളരെയധികം ശ്രദ്ധിക്കുന്ന, വളരെയധികം കേൾക്കുന്ന, വളരെയധികം സ്വീകാര്യതയുള്ള ഒരു പരിപാടിയാണ് ഈ കാർഷിക പരിപാടി. കാർഷിക പരിപാടി കൃഷിയുമായി മാത്രമല്ല, അത് ഗ്രാമക്ഷേമവുമായി അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഉദാഹരണമായിട്ട് ഗ്രാമീണ വികസനം, അല്ലെങ്കിൽ കന്നുകാലി വളർത്തൽ, അല്ലെങ്കിൽ മത്സ്യകൃഷി, അതുപോലെ തന്നെ തേനീച്ച കൃഷി, അങ്ങനെ ഗ്രാമീണ മേഖലയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ അവതരണമാണ് ഈ കാർഷിക പരിപാടി ഈ കൃഷിപാഠത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെയാണ് യുവവാണി എന്ന പരിപാടി. യുവവാണി എന്ന് പറയുന്ന പരിപാടി പ്രത്യേകിച്ച് യുവാക്കൾക്ക് വേണ്ടി മാത്രം, യുവാക്കളുടെ കലാ സാംസ്കാരിക പുരോഗതിക്കായി മാത്രം നീക്കിവെച്ച ഒരു പരിപാടിയായിരുന്നു. പ്രത്യേകിച്ച് 80കളിലും 90കളിലുമൊക്കെ ഈ യുവവാണി അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ഊന്നൽ നൽകിയിരുന്നു. കാരണം യുവാക്കളുടെ ഒരു കലാ സാംസ്കാരിക പുരോഗതി ലക്ഷ്യമിട്ടായിരുന്നു ആ പരിപാടി. നമുക്കറിയാം, ഒരു യുവവാണിക്ക് വേണ്ടി പ്രത്യേക ഒരു ചാനൽ തന്നെ കേരളത്തിലുണ്ടായിരുന്നു. അതായത് തിരുവനന്തപുരം നിലയത്തിലെ പരിപാടി ആലപ്പുഴ ട്രാൻസ്മിറ്ററിലൂടെ പ്രക്ഷേപണം ചെയ്യുമ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ യുവവാണി മാത്രമാണ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ നമുക്കിന്ന് അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാർ യുവവാണിയിലെ സ്ഥിരം അവതാരകരായിരുന്നു. അവരൊക്കെ പിന്നീട് വലിയ വലിയ കലാകാരന്മാരായി പോവുകയുണ്ടായി. അങ്ങനെ യുവവാണി എന്ന പ്രോഗ്രാം ഇതുപോലെ തന്നെ യുവാക്കളുടെ സമഗ്രമായ പുരോഗതിക്ക്, യുവാക്കളുടെ കലാപരമായ പുരോഗതിക്ക് വേണ്ടി നിർണായകമായ പങ്ക് വഹിച്ച ഒരു പരിപാടിയാണ്.